നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പ്രിപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം എന്താണ് പ്രിപ്പോസിഷൻ? എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് ബിഫോർ എ നൗൺ, പ്രൊനൗൺ ഓർ എ നൗൺ ഫ്രേസ് ടു ഷോ ഡയറക്ഷൻ, ടൈം, പ്ലേസ് ആൻഡ് ലൊക്കേഷൻ. അതായത് ഒരു നൗൺ, പ്രൊനൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഇവയ്ക്ക് മുമ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കോ ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയാറുള്ളത്. സോ ഈ പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടൈം, അല്ലെ പ്ലേസ് ഓർ ലൊക്കേഷൻ, ഇവയൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. സോ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which is used before a noun or a pronoun or noun phrase. അതായത് നോൺ ഫ്രേസിന് മുമ്പോ പ്രൊനൗണിന് മുമ്പോ അല്ലെങ്കിൽ നൗണിന് മുമ്പോ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം വാക്കുകളോ അല്ലെങ്കിൽ വാക്കോ ആണ് പ്രിപ്പോസിഷൻ. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ദിശ, ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ടൈം കാണിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് കാണിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയോ ഒക്കെയാണ് ഈ പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. So now let's see some prepositions. So നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇവയൊക്കെ. ഇവ അതായത് ഇൻ, ഓൺ, അറ്റ്, ഓവർ, അറൗണ്ട്, ത്രൂ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ്, ബിനീത്ത്, ബിസൈഡ്, എബോവ്, ബിലോ, അണ്ടർ, underneath, down, up, out, with, into, across, after, before, near, among, along, between, towards, away, from, to, next to, by, until and about. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ്. ഇനി നമുക്ക് പ്രിപ്പോസിഷനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം, ടൈമിനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻസ്. അതായത് എ പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഈസ് എ പ്രിപ്പോസിഷൻ യൂസ് ടു ഇൻഡിക്കേറ്റ് വെൻ എ പെർട്ടിക്കുലർ ആക്ഷൻ ടേക്സ് പ്ലേസ്. അതായത് ഒരു ആക്ഷൻ എപ്പോഴാണ് നടക്കുന്നത് എന്ന് പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഉപയോഗിക്കുന്നത്. ദ കോമൺ പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഏതാണെന്ന് നോക്കാം. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് അറ്റ്, ഇൻ ആൻഡ് ഓൺ, ഇവയൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. വിൽ സീ സം എക്സാമ്പിൾസ് നൗ. അറ്റ് എന്ന പ്രിപ്പോസിഷനെ കുറിച്ച് സംസാരിക്കാം. ഈ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്പെസിഫിക് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു സ്പെസിഫിക് ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. I'll be there at 10 PM എന്ന് പറഞ്ഞാൽ ഞാൻ 10 മണിക്ക് ഇന്ന് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണല്ലേ, I'll be there at 10 PM. I'll be there at 10 PM, 10 മണിക്ക്. So here at is the preposition. Now let's see another one. Our class starts at 9:30 AM. നമ്മുടെ ക്ലാസ് 9:30 AM തുടങ്ങും. അപ്പോൾ ഇവിടെയും at is the preposition. Now let's see another one. I'm busy at the moment. ഞാനിപ്പോൾ തിരക്കിലാണ്. So here at is the preposition. Now let's see another one. I will meet you at the airport. ഞാൻ നിങ്ങളെ വിമാനത്താവളത്തിൽ മീറ്റ് ചെയ്യും. Here again at is the preposition. Now നമുക്ക് അടുത്ത പ്രിപ്പോസിഷൻ നോക്കാം. അതായത് ഓൺ. The preposition on is used to refer to a particular day or date, such as on Sunday or on Jan 20th. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ ഒരു ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഓൺ സൺഡേ, ഓൺ ജാനുവരി 20th. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. Let's see some examples now. My birthday is on May 30th. എൻ്റെ ബർത്ത്ഡേ മെയ് 30-നാണ്. സോ
we used the preposition on. Let's see another one. We reached there on time. ഞാൻ അവിടെ സമയത്ത് തന്നെ എത്തി. So here is on is the preposition. Where did you go on last Sunday? കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എവിടെ പോയി? On last Sunday. So last Sundayയിൽ നിങ്ങൾ എവിടെ പോയി? Where did you go on last Sunday? On last Sunday. So ഇവിടെയും നമ്മൾ on എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ഒരു ഡേ അല്ലെങ്കിൽ ഡേറ്റ് ആണ് ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ on എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചത്. Now we will see another preposition, that is in. Okay friends, നമുക്കിനി എന്താണ് preposition in, അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൂടുതൽ മനസ്സിലാക്കാം. The preposition in is used for a broader time frame such as month, year or a decade. അതായത് ഒരു മാസമോ അല്ലെ വർഷങ്ങളോ അല്ലെ ഡെക്കേഡ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ in എന്ന preposition ഉപയോഗിക്കുന്നത്. The preposition in is also used to express time periods and future time. അതായത് ഇനി നടക്കാൻ പോകുന്ന സമയങ്ങൾ ടൈം പീരീഡ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ in എന്ന preposition ഉപയോഗിക്കാറുണ്ട്. Let's see some examples. I'm getting married in June. ഞാൻ ജൂണിൽ വിവാഹിതനാവുകയാണ്. So in is the preposition here. അതായത് ജൂണിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ബ്രോഡ് ടൈം ഫ്രെയിം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് in എന്ന preposition ഉപയോഗിക്കാം. So I'm getting married in June. So ഞാൻ ജൂണിൽ വിവാഹിതനാവുകയാണ്. So in is a preposition here. We'll see another one. He moved to the US in 2023. അവൻ 2023 യുഎസിലേക്ക് മൂവ് ചെയ്തു. അതായത് 2023 അവൻ അമേരിക്കയിലേക്ക് പോയി. So in is the preposition here. Let's see another one. I will go to school in 20 minutes. ഭാവിയിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാണല്ലേ. I will go to school in 20 minutes. ഞാൻ സ്കൂളിലേക്ക് 20 മിനിറ്റിനുള്ളിൽ പോകും. So it's going to happen in the future. We use the preposition in. അതുകൊണ്ട് in ഇവിടെ ഒരു preposition ആണ്. Now we'll talk about a different preposition, that is preposition of place. അതായത് this preposition is used to indicate the place or position of something. അതായത് ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെ സ്ഥാനത്തെയോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ prepositions of place സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. So now let's see some examples. The dog jumped over the stream. ഈ നായ ഈ സ്ട്രീമിന് അരുവിക്ക് മുകളിൽ കൂടി ചാടി എന്ന് നമുക്ക് പറയാം. Another one. He was waiting in front of the statue. He was waiting in front of the statue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സ്റ്റാച്യുവിന് മുൻപിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. In front of. This is the preposition here. He is standing behind the door. അവൻ ആ ഡോറിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. Behind. So that is a preposition here. Now another one. Can you please place my book on the table? So here on the table, table മുകളിൽ. So on is another preposition. Now we'll discuss about prepositions of direction. So this preposition is used to denote the direction in which something moves. അതായത് preposition of direction നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സംതിങ് ഒരു സൈഡിലേക്ക് ഒരു ദിശയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ prepositions of direction യൂസ് ചെയ്യുന്നത്. So now let's see some examples. He jumped into the river to help his sister. He jumped into the river to help his sister. അവൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ നദിയിലേക്ക് ചാടി. He jumped into the river. റിവറിലേക്ക് ഒരു ഡയറക്ഷൻ ആണല്ലേ, നദിയിലേക്ക് ചാടി. അപ്പോൾ into is the preposition here. Now another one. When will he be returning from USA? അവൻ എപ്പോഴാണ് USA-യിൽ നിന്ന് തിരിച്ചു വരുന്നത് ഫ്രം USA അല്ലേ, USA-യിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം USA to our country ഒരു ദിശയാണ്, ഒരു ഡയറക്ഷൻ ആണല്ലേ. യെസ്. Now we'll see another one. We ran towards the police station. ഞങ്ങൾ പോലീസ് സ്റ്റേഷന് നേർക്ക് അല്ലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. So two words.
പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെ ഒരു ദിശയാണ്, ഒരു ഡയറക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഹിയർ ടുവേർഡ്സ് ഈസ് another preposition. Now we will discuss about prepositions of spatial relationship. Prepositions of spatial relationship ഉപയോഗിക്കുന്നത് to denote an object's movement away from the source and towards the source. അതായത് ഒരു സോഴ്സിൽ നിന്ന് എവേ, അതായത് ദൂരത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ആ സോഴ്സിൻ്റെ അടുത്തേക്കാണോ മൂവ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് prepositions of spatial relationship നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു denote an object's movement away from the source and towards a source. അതായത് ഒരു സോഴ്സിലേക്ക് ആണ് മൂവ് ചെയ്യുന്നത് അല്ലെ സോഴ്സിൽ നിന്ന് ദൂരേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ prepositions of spatial relationship യൂസ് ചെയ്യുന്നത്. Let's see some examples. See, in, ഉള്ളിൽ. So ഈ ബോക്സിനുള്ളിലാണല്ലേ. We can use the preposition in. Another one, ഈ ഒബ്ജക്റ്റിന് മുകളിലാണുള്ളത് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ഓൺ, മുകളിൽ. ദെൻ അനദർ വൺ, ഈ ബോക്സ് മുമ്പിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ്, മുമ്പിൽ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. നൗ ഈ ബോക്സിന് പുറകിലാണല്ലേ. അപ്പോൾ പുറകിൽ എന്ന് പറയുമ്പോൾ ബിഹൈൻഡ് എന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാം. നൗ ഈ ചെയറിൻ്റെ അടുത്തായിട്ടാണ് ഈ കരടിയുള്ളത്. സോ അടുത്തെന്ന് പറയുമ്പോൾ വി ക്യാൻ സേ നെക്സ്റ്റ് ടു, അടുത്തായി എന്ന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പം നെക്സ്റ്റ് ടു ഇത് അനദർ പ്രിപ്പോസിഷൻ. ദെൻ വിൽ സീ അനദർ വൺ, രണ്ട് ബോക്സിന് നടുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ടു ബോക്സസ്, ഈ രണ്ട് ബോക്സിനും ഇടയിലായി, അതായത് ഈ രണ്ട് ബോക്സിനും നടുക്കായിട്ട്. അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. ദെൻ അണ്ടർ ദിസ് ടേബിൾ, ഈ ടേബിളിൻ്റെ അടിയിൽ. സോ വി ക്യാൻ യൂസ് ദ പ്രിപ്പോസിഷൻ അണ്ടർ. Then we'll see the last one. ഈ ബോക്സിന് മുകളിലാണല്ലേ. നമുക്ക് പറയാം മുകളിൽ എബോ, എബോ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ എന്താണ്, എത്ര തരത്തിലുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്, അത് എവിടെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോയുമായി കാണാം. താങ്ക് യു.